ഓൾ റൈറ്റ്. നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോട്ടെ. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 47 ദിവസം 6 മണിക്കൂറായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട്. ഞാനങ്ങനെ വ്ളോഗ് ചെയ്യുന്നതല്ല, 2 വർഷം മുമ്പെങ്ങാണ് ലാസ്റ്റ് ഒരു വ്ളോഗ് ചെയ്തത്, വ്ളോഗ് പോലെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ സോണിയുടെ ഒരു വിൻറ്റേജ് 3-way സ്പീക്കർ ബോക്സിൻ്റെ റിവ്യൂ ആയിരുന്നു. അതിന് വ്യൂസ് ഒട്ടുമില്ല, 1.8K വ്യൂസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നേരത്തെ നമ്മുടെ ചാനൽ ഒരുപാട് വ്യൂസ് ഉണ്ടെന്നല്ല, കമ്പാരിറ്റീവ്ലി അത്യാവശ്യം ആൾക്കാർ വീഡിയോ ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് കാരണം. കറക്റ്റായിട്ട് ടൈമിൽ ഈ വീഡിയോസ് ഇട്ട് വരാത്തത് കൊണ്ടാണ് ഒബ്വിയസ്ലി അങ്ങനെ വരുന്നത്. അതെന്താണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്നും പോയിട്ട് ഏകദേശം 2.5 വർഷമാകുന്നുണ്ട്. കുറച്ച് നോയ്സ് ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാനിവിടെ ഫാൻ ഓണാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഫാൻ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ കൂളിംഗ് ഇല്ലാത്ത വീടാണ്. 2.5 വർഷമായി നാട്ടിൽ നിന്ന് പോയിട്ട്. അപ്പോൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നു, അതിൻ്റെ റിവ്യൂ ഇടുന്നു, അവിടെ നാട്ടിലുള്ള ബോർഡ് ചെയ്യുന്നവർ അതിൻ്റെ ബോർഡിൻ്റെ റിവ്യൂ ചെയ്യുന്നു. അങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു. വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം നമുക്ക് അത് അങ്ങനെയുള്ള വീഡിയോസ് ഇടാനേ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള പ്രശാന്ത് ഗോ വീഡിയോസ് പുള്ളി ചെയ്യുന്ന ആംപ്ലിഫയറിൻ്റെ വീഡിയോസ് അയച്ചു തന്നിട്ട് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം, കാനഡയിൽ വന്നതിന് ശേഷം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് പല ബ്രാൻഡുകൾ, ഇപ്പം നോക്കുകയാണെങ്കിൽ ഡ്യൂക്ക് ഓഡിയോയുടെ അതുപോലെ എംപാപ്പ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയൊക്കെ ക്ലാസ് ഡി ആംപ്ലിഫയറും ഡാക്കും ഒക്കെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ റിവ്യൂ ചെയ്തു. അതിൽ പലതും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത്, നാട്ടിൽ അവൈലബിൾ അല്ല. അപ്പോൾ ആമസോണിലുണ്ട്, മിക്കതൊന്നും ഇല്ല എന്നുള്ളത് നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ ബാധിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ റിവ്യൂസ് കാണണം നിർബന്ധമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിൻറ്റേജ് സ്പീക്കർ ബോക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ സോണിയുടെ കൂടുന്നത്, ഇത് ടോഷിബയുടെ SB2722 എന്ന് പറയുന്ന ഒരു വിൻറ്റേജ് സ്പീക്കർ ബോക്സ് ആണ്. ഇതിൻ്റെ റിവ്യൂ വരുന്നുണ്ട്, ഞാനിടും. അടിപൊളി സാധനം, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു സ്വന്തമായിട്ടൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ കാണുന്ന ഈ ഒരു LM3886 IC വെച്ചിട്ടുള്ളൊരു സീരിയ ആംപ്ലിഫയർ ആണ്. അതിൻ്റെ റിവ്യൂ അല്ല, മേക്കിംഗ് വീഡിയോ പാർട്ട് 1 വരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അത് പിന്നീട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരക്ക്, കാരണം ഒന്ന് നമ്മളെ സാഹചര്യം, പിന്നെ നമ്മുടെ ഏജ്, അതായത് നമുക്ക് കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടുണ്ട്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിനിടയിൽ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയാലും, ഇപ്പം ഓഫ് ഡേയ്സ് കിട്ടിയാലും നമുക്കത് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല. ആ ഒരു ബൂസ്റ്റ് നാട്ടിലുണ്ടാകുന്ന നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമുക്ക് ആ ഒരു അപ്രീസിയേഷൻ കിട്ടുക, അല്ലെങ്കിൽ വ്യൂസ് കയറുന്നുണ്ട്, അപ്പം ഇട്ടാലും കാര്യമുണ്ട് എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ തമ്മിൽ പറഞ്ഞാൽ തന്നെ കൊറോണ ടൈമിലാണ് നമ്മുടെ ചാനൽ അത്യാവശ്യം കയറി വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായി. നിങ്ങളൊക്കെ മൊബൈലിൻ്റെയൊക്കെ റിവ്യൂസ് കാണുന്നവരാണെങ്കിൽ ഗീക്കി രജിത്ത് എന്ന് പറയുന്നൊരു യൂട്യൂബറുണ്ട് ഹൈദരാബാദുള്ള, പുള്ളിക്കാരൻ്റെ വീഡിയോസ് ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. ആ ഒരു ടൈമിൽ ആൻഡ്രോയിഡ് 1 ഇറങ്ങിയ ടൈമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ട് ആണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ആ പരിചയമുള്ളവരൊക്കെ പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ ഓടിച്ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് ഇതിൻ്റെ വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്തൊക്കെയായിരുന്നു അന്നത്തെ അങ്ങനെ തുടങ്ങിയത്. കൊറോണ വന്ന സമയത്താണ് അഹൂജയുടെ 4040 SM എന്ന് പറയുന്ന കാസറ്റ് ഡെക്ക് എൻ്റെ കിട്ടുന്നത്. ഞാൻ തപ്പി മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിച്ചത്. അതിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ മുകളിലേക്ക് കയറി. അപ്പോൾ ഞാൻ ആലോചിച്ച് അങ്ങനെയുള്ള വീഡിയോസ് ഇടാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് മൊബൈലിൻ്റെ റിവ്യൂസൊക്കെ മാറ്റി നേരെ ആംപ്ലിഫയറിൻ്റെ റിവ്യൂസ് ഇടുന്നത്. പിന്നെയാണ് സ്വന്തമായിട്ട് ആംപ്ലിഫയറൊക്കെ ചെയ്യാൻ തുടങ്ങിയതും പിന്നെ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഇവിടെ വന്ന ശേഷം അതിനെ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റിയിട്ടില്ല, കാരണം നമ്മൾ അസംബ്ലിങ് നിർത്തിയല്ലോ. പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ റോട്ടിങ്. അതായത് ഇപ്പം യൂട്യൂബിൽ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് വീഡിയോ, ഇപ്പം ഞാൻ എൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് ചാനലുകൾ സബ്സ്ക്രൈബ് വെച്ചിട്ടുണ്ട്. ക്യാമറാസ് ആണെങ്കിലും വണ്ടിയുടെ ആണെങ്കിലും അതുപോലെ ആംപ്ലിഫയറിൻ്റെ, ഇലക്ട്രോണിക്സ്, അങ്ങനെ പല സെക്ഷനിലുള്ള പല ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻട്രസ്റ്റിംഗ് അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവരൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്യും, ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേന് എന്തുകൊണ്ടാകത്തില്ല നമ്മുടെ ഇൻട്രസ്റ്റ് പോകും. കാരണം നമ്മളിപ്പോൾ റീൽസ് ഷോർട്സ് ഒക്കെ കണ്ട് നമുക്കൊരു 1 മിനിറ്റിനുള്ളിൽ നമുക്ക് വേണ്ടുന്ന കണ്ടന്റ് എല്ലാം അതിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതിലേക്ക് സ്വൈപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി അതെനിക്കുണ്ട്. മിക്ക പേർക്കും അതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് വീഡിയോ ഇങ്ങനെ ഞാനിപ്പോൾ സ്പീക്കറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പോകും. ഒബ്വിയസ്ലി ഇപ്പോൾ ഈ ഒരു വ്ളോഗ് കാണുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അടുത്ത പോയില്ല മതി അടുത്ത കാണാം എന്നുള്ളൊരു മൈൻഡ് വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വ്യൂസ് കുറഞ്ഞു വരുന്നത്. ഞാൻ നേരത്തെ ഒരുപാട് വ്യൂസ് ഉണ്ടെന്നല്ല കേട്ടോ. പ്രധാനമായിട്ട് ഇതൊന്നും നല്ല കാരണം ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടാത്ത ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളൊരു കാരണം. ഇടുന്ന ടൈം, ഇടുന്ന കണ്ടന്റ്, ആ ഒരു തമ്മിലുള്ള ക്ലിക്ക് ബൈറ്റ്, അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ആവാത്തതുകൊണ്ട് കിട്ടുന്നത് തന്നെയാണ്. ഡ്യൂക്കോഡിയുടെ, അതായത് എംപാപ്പയുടെ Q1 എന്ന് പറയുന്ന ഒരു കിടിലൻ ഡാക്ക് നമ്മുടെ കയ്യിൽ വന്നിരുന്നിട്ട് കുറേ നാളായി. അതിൻ്റെ റിവ്യൂ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചെയ്യണം. അവരടുത്തൊരു ഡാക്കല്ല, ഒരു പ്രീ ആംപ്ലിഫയറിൻ്റെ റിവ്യൂ യൂണിറ്റ് അവർ അയച്ചു തരാൻ തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് ഇടണം. പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ മേക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഈ സ്പീക്കർ ബോക്സിൻ്റെ റിവ്യൂ ചെയ്തിട്ടില്ല. നമ്മുടെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ റീൽസൊക്കെ കറക്റ്റായിട്ട് വല്ലപ്പോഴൊക്കെ ഇടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ചാനലിലും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിനി കണ്ടന്റ് ചെറിയ രീതിയിൽ മാറ്റാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മൊബൈൽ ഫോൺസിൻ്റെ ഒക്കെ റിവ്യൂസൊക്കെ ഇനി ചിലപ്പം ഇടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു വ്ളോഗ് എന്നുള്ള രീതിയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ റിയലി താങ്ക്സ്. ഇതിൻ്റെ ആ ഒരു റീച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. എന്നെ ഇതൊന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ സ്പീക്കർ ബോക്സിൻ്റെ റിവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അമ്പാപ്പ Q1 എന്ന് പറയുന്ന ടാക്കിൻ്റെ റിവ്യൂ ആയിരിക്കും. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി.